എന്ത് കഥ ഇപ്പൊ ഈ ടൈമില്ലാത്തോട്ട് അമ്മ പറഞ്ഞു നമ്മ ചെറിയ കഥ തരാം. ഈ മൊബൈലും ടി വി ഒന്നും ഉണ്ടാവില്ല അമ്മേന്റെ ചെറുപ്പത്തിൽ. അപ്പൊ അച്ഛനോട് അമ്മേനോട് കടന്നു വന്ന നേരം കഥ അങ്ങനെ പറയാം. അപ്പൊ അച്ഛനെ കഥ തന്നിരും. കഥ കസ്തൂരി കാക്കാത്തോട്ടിലെ മീനിന് മുള്ളില്ല അറിയും. അപ്പൊ അതല്ല വേറൊരു കഥ അറിയും. അപ്പൊ അങ്ങനെ വരുമ്പോ വേറൊരു കഥ അറിയും. അപ്പഴേ എന്നായിക്കോട്ടെ. പണ്ട് രാജാവ് ഉണ്ടായിരുന്നു. അതിന് 4 മക്കളുണ്ടായിരുന്നു. അതിന് ഒന്നിന്റെ പേര് ക, ഒന്നിന്റെ പേര് ദ, ഒന്നിന്റെ പേര് മ, ഒന്നിന്റെ പേര് ദി. അപ്പൊ കൂട്ടി വായിച്ചോക്ക് കഥ മതി. അപ്പൊ കഥ മതി എടുത്ത് ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഞാന് ശ്രീകുട്ടിനോട് ചോദ്യം ചോദിക്കാം. ഓണക്കാലാണല്ലോ, ഓണം വരികയാണല്ലോ. അപ്പൊ പിന്നെന്താ ഈ മഹാബലിയെ പറ്റി ശ്രീകുട്ടിക്ക് എന്താ അറിയാം, എന്തെങ്കിലും അറിയോ? മഹാബലി ഒരു വലിയൊരു രാജാവായിരുന്നു, നല്ല പൈസ. ആ രാജാവ് പ്രജകൾക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ആ പ്രജകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ രാജാവ് ചെയ്യുന്നതൊക്കെ ഈ ദേവന്മാര് കാണുന്നുണ്ട്. അപ്പോ ഈ വിഷ്ണു ഭഗവാൻ ഒരു ബാലന്റെ രൂപം എടുത്തിട്ട് ഭൂമിയിലേക്ക് ചെന്നു. എന്നിട്ട് രാജാവിനോട് ചോദിച്ചു, എനിക്ക് 3 അടി ഭൂമി വേണം. അപ്പോ രാജാവ് പറഞ്ഞു, എടുത്തോളൂന്ന്. അപ്പോ ബാലൻ ഒരു കാല് വെച്ചപ്പോ ഭൂമി ചവിട്ടി, 2ാമത്തെ കാല് വെച്ചപ്പോ പാതാളം ചവിട്ടി. പിന്നെ ബാലന് 3ാമത്തെ കാല് ചവിട്ടാൻ സ്ഥലമില്ല. അപ്പോ രാജാവ് പറഞ്ഞു, നീ എന്റെ തലയിൽ കാല് വെച്ചോളൂ. അപ്പോ ആ ബാലൻ രാജാവിന്റെ തലയിൽ കാല് വെക്കുമ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ എനിക്ക് ഈ എല്ലാ വർഷവും എനിക്ക് എന്റെ പ്രജകളെ കാണാൻ ഒരു അവസരം തരണമെന്ന് പറഞ്ഞു. അപ്പോ ആ ബാലൻ പറഞ്ഞു, ശരി തരാന്ന് പറഞ്ഞിട്ട് ആ രാജാവ് ഭൂമിയുടെ അടിയിലേക്ക് പോയി. എന്നിട്ടാണ് എല്ലാ കൊല്ലവും മാവേലിയും ആയിട്ട് ഈ പൂക്കളൊക്കെ ഇട്ട് ആഘോഷിക്കുന്നത്. അങ്ങനെ മാവേലി വർഷത്തിലേക്ക് വരുന്നത് അല്ലേ? പക്ഷെ ഇപ്പൊ ശ്രീകുട്ടി പറയുമ്പോഴാണ് അമ്മമ്മയ്ക്ക് ആ കഥ വെച്ചത്. അമ്മമ്മയ്ക്ക് എന്താ കഥ അറിയുമെന്ന് അറിയോ? മാവേലി ഒരു രാജാവായിരുന്നു, നല്ലൊരു രാജാവായിരുന്നു. മാവേലി രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് എല്ലാവരും ഒരുപോലെയായിരുന്നു. അതൊക്കെ അറിയാം. അയാൾ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ ടീച്ചർമാർ ശ്രീകുട്ടിക്ക് ഇപ്പോഴത്തെ ടീച്ചർമാരായിരുന്നു നല്ല എല്ലാവരും പറഞ്ഞിരുന്നില്ലേ? വെരി ഗുഡ്. അപ്പൊ ശ്രീകുട്ടിന്റെ കഥ അമ്മമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മമ്മയ്ക്ക് എന്താ അന്നും ഇന്നും അറിയാലോ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാക്കുമൊട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊടിവചനം. അത് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ശ്രീകുട്ടിക്ക് ഒരു വെരി താങ്ക്സ്. ഇങ്ങനത്തെ ഒരു കഥ പറഞ്ഞതിന് താങ്ക് യു. ഇഷ്ടപ്പെട്ടോ വീഡിയോ? താങ്ക് യു.